സദസ്സിന് വന്ദനം. കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെല്ലാവരോടും എന്റെ യാത്രകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ എല്ലാവരും. യാത്രകൾ നൽകുന്ന മാനസിക ഉത്സാഹത്തിനും നവോന്മേഷത്തിനും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട്. യാത്രകൾ എപ്പോഴും പുതിയ സ്ഥലങ്ങളിൽ കാണുവാനും മറ്റ് സംസ്കാരങ്ങളെയും ജീവിത രീതികളെയും പറ്റി അറിയുവാനും നമ്മളെ സഹായിക്കുന്നു. പ്രാചീന കാലത്ത് മനുഷ്യരുടെ ജീവിത രീതികളും പല യാത്രാ വിവരണങ്ങളിൽ ലഭ്യമാണ്. പ്രശസ്ത യാത്രികനായ മാർക്കോ പോളോയുടെ യാത്രാ വിവരണങ്ങൾ നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന്റെ നേരനുഭവമാണ്. കഴിഞ്ഞ വേനൽ അവധിക്കാലത്ത് ഞങ്ങളുടെ യാത്ര ഡൽഹിയിലേക്കായിരുന്നു. കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നെങ്കിലും എല്ലാ പ്രധാന സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് സന്ദർശിക്കാൻ സാധിച്ചു. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന നിലയിൽ ഡൽഹി അന്താരാഷ്ട്ര പ്രശസ്തമാണ്. ആദ്യം ഞങ്ങൾ പോയത് ഇന്ത്യ ഗേറ്റ് കാണുവാനാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വീരമൃത്യു പ്രാപിച്ച വീര ജവാന്മാരുടെ ഓർമ്മയ്ക്കായി ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത്. എന്റെ ഓർമ്മയിലെ മറ്റൊരു സ്ഥലം ചെങ്കോട്ടയാണ്. നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായ ആഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രി ത്രിവർണ പതാക ഉയർത്തി നമ്മളോട് സംസാരിക്കുന്നത് അവിടെ വെച്ചാണ്. പിന്നീട് ഞങ്ങൾ പോയത് രാജ്ഘട്ടിലാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണത്. അവിടെ കുറച്ച് പൂക്കൾ അർപ്പിച്ച ശേഷം ഞങ്ങൾ പോയത് ലോകത്തിൽ തന്നെ അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ കാണാനാണ്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് ഡൽഹി യാത്ര സമ്മാനിച്ചത്. എണ്ണിയാൽ തീരാത്ത അത്ര സ്ഥലങ്ങൾ ഇനിയുമുണ്ട്. പക്ഷേ സമയപരിധി മൂലം ഞാൻ നിർത്തുന്നു. അവസാനമായി യാത്രയെക്കുറിച്ച് ഒരു വാചകം കൂടെ പറഞ്ഞോട്ടെ. ലോകം ഒരു പുസ്തകമാണ്. അതിനാൽ യാത്ര ചെയ്യാത്തവർ ഒരു താൾ മാത്രം വായിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.